ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 30 മാർക്കിൻ്റെ ഡ്രൈവർ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്നുള്ള മാർക്ക് ഒരെണ്ണം പോലും പോകാതെ പഠിക്കുക. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് 20 മാർക്ക് വരുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. നിയമങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് 20 മാർക്കിൻ്റെ വരുന്നത്. ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നല്ല ഇമ്പോർട്ടൻസോടുകൂടെ തന്നെ പഠിക്കണം. കഴിഞ്ഞ വർഷം ഒരു പ്രശ്നമുണ്ടായി. കുറേ ആളുകളുടെയെങ്കിലും മനസ്സിലൊരു ചിന്ത വന്നു, ഇതൊരു പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം ആയതുകൊണ്ട് കുറച്ചുകൂടെ കട്ടി കുറയും, സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചോദിക്കും എന്നൊരു കൺസെപ്റ്റ് കുറേ ആളുകളുടെ മനസ്സിലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ മനസ്സിലായി, സാധാരണ CPOയ്ക്ക് ചോദിക്കുന്നതിലും വളരെയധികം പാടായിട്ടാണ് പോലീസ് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ലതായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ കൺസെപ്റ്റ് എല്ലാം A to Z അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ. സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഫുൾ കാര്യങ്ങളും A to Z അറിഞ്ഞ് മനസ്സിലാക്കി. അവർ ചിലപ്പോൾ ഉദാഹരണമായിട്ടായിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. ഇസഡിനെ ഇന്നത് ചെയ്തു, ഇസഡ് എനെ ഇങ്ങനെ ചെയ്തു, ഇതെങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് അര പേജ് ക്വസ്റ്റ്യൻ തന്നെ കാണും. അപ്പോൾ അതേപോലെ അത്രയും കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പം വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നിലവിൽ നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ ഈ വർഷത്തെ സിലബസ് ഇറങ്ങിയിട്ടില്ല. പക്ഷേ പോലീസിൻ്റെ സിലബസ് ഇറങ്ങി. പോലീസിൻ്റെ സിലബസ് ഇറങ്ങിയപ്പം എല്ലാവർക്കും അറിഞ്ഞു കാണും, നമ്മുടെ സാധാരണ പഴയ നിയമങ്ങൾ മാറ്റിയിട്ട് 2023 നമ്മുടെ പഴയ നിയമങ്ങൾ സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു. അതിന് ശേഷം ഭാരതീയ ന്യായ സംഹിത BNSഉം BNSSഉം ഒക്കെ നിലവിൽ വന്നു. അപ്പം കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയ്ക്ക് ഇത് നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ പഴയ IPC തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് ഈ പോലീസിൻ്റെ സിലബസിലൊക്കെ മാറി ഈ BNS ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പോലീസ് ഡ്രൈവറിൻ്റെ സിലബസിലും ഈ BNS തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത്. സിലബസ് ഈ മാസം അടുത്ത മാസമായിട്ട് ഇറങ്ങും. ഓക്കെ, അപ്പം നമുക്കത് കൺഫേം ചെയ്യും. അപ്പം നമ്മൾ ആ ഒരു പുതിയ സിലബസ് അനുസരിച്ച് തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ആദ്യമായിട്ട് തന്നെ കഴിഞ്ഞ തവണ പഠിക്കാത്തവരൊക്കെ കാണും. അപ്പം പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ആയിട്ട് പറയുകയാണ്, നമുക്ക് കഴിഞ്ഞ തവണ പഠിക്കാനായിട്ടുണ്ടായിരുന്ന 3 നിയമങ്ങളായിരുന്നു. IPC, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയും, അടുത്തത് CRPC, അടുത്തത് എവിഡൻസ് ആക്ട്. ഈ 3 നിയമങ്ങൾ നമുക്ക് കഴിഞ്ഞ വർഷം, ഇതല്ലാതെ കുറച്ചുകൂടി ഉണ്ട്, കേരള പോലീസ് ആക്ട്, പോക്സോ, അതേപോലെയുള്ള ആക്റ്റുകളുണ്ട്. മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട 3 ആക്റ്റുകളായിരുന്നു ഇന്ത്യൻ പീനൽ കോഡും CRPC, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയും, അതേപോലെ തന്നെ എവിഡൻസ് ആക്ട്. ഇങ്ങനെ 3 എണ്ണമായിരുന്നു പഠിച്ചിരുന്നത്. ഈ ഒരു നിയമം, ഈ IPC ഒക്കെ 1860 കാലഘട്ടത്തിൽ വന്ന നിയമമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾക്ക് ഒത്തിരി മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ആ ഒരു കാലത്തുള്ള നിയമം ഇപ്പം നമ്മൾ കറൻ്റ്ലി അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വരാനായിട്ടുണ്ട്. ശിക്ഷകളായിക്കോട്ടെ, അതേപോലെ തന്നെ പണ്ട് ആ ഒരു 1860 കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ, അതേപോലെ ന്യൂ ജനറേഷൻ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ ആ ഒരു നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇപ്പം വരുമ്പോഴത്തേന് അതൊന്നും പോരാ. അതുകൊണ്ട് തന്നെ ഫുള്ള് മൊത്തത്തിലൊന്ന് പൊളിച്ച് എഴുതി പുതിയ പഴയ കാര്യങ്ങൾ കുറേ ഉണ്ട്, പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട്, പഴയ കാര്യങ്ങളിൽ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്, പഴയ കുറേ കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാറ്റങ്ങളും വരുത്തി കറണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നിയമമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു അമെൻമെൻറ്റ് കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പേര് മാറ്റിയതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, ഈ IPC CRPC ഒക്കെ 1860 എന്ന് പറയുമ്പോഴത്തേന് അറിയാമല്ലോ, ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുണ്ടാക്കിയ നിയമങ്ങൾ, ഈ ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള പേരൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കൊളോണിയൽ അവശിഷ്ടം എന്ന രീതിയിൽ, അതായത് കോളനിക്കാർ ഇവിടെ ഉപേക്ഷിച്ച് പോയ ഒരു സംഭവം അവരുടെ ഒരു സാധനം തന്നെയാണെന്നുള്ള രീതിയിൽ അത് വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാം പുതുതായിട്ട് നമ്മുടെ പേരിൽ തന്നെ നമുക്കിഷ്ടമുള്ള പേരിട്ട് പുതുതായിട്ട് തന്നെ തുടങ്ങാമെന്നുള്ള രീതിയിൽ അവർ പേര് സഹിതം മാറ്റിയാണ്. ഇതിനകത്ത് സെക്ഷൻ നമ്പറും എല്ലാം അതുകൊണ്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ തവണ പഠിച്ചവർ കഴിഞ്ഞ തവണത്തെ സെക്ഷൻ നമ്പരെല്ലാം മറന്നേക്കൂ. അതൊന്നും നമുക്കിനി ആവശ്യമില്ല. നമുക്കിനി IPC CRPCയുടെ ഒന്നും സെക്ഷൻ നമ്പർ വേണ്ട. ഭാരതീയ ന്യായ സംഹിതയിലോട്ടും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലോട്ടും ഒക്കെ പോകുമ്പോഴത്തേന് വേറെ സെക്ഷൻ നമ്പറുകളാണ് വരുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ പഴയ IPC, ഇപ്പം IPC എന്താണ്, BNS ആയിരിക്കുന്നു. IPC എന്തായി, BNS ആയി. ഫുൾ ഫോം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ ന്യായ സംഹിത, BNS. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് BNS ആണ്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80%, 100 മാർക്ക് 100 സ്പെഷ്യൽ ടോപ്പിക്ക് 100% ഉള്ളതിൽ ഈ 80% നേരത്തെ IPC ആയിരുന്നു. ഇപ്പം എന്താണ്, ഈ BNS ആണ്. BNS എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇപ്പം ആരും കഴിഞ്ഞ തവണ പഠിച്ചവർക്ക് കുറേ ആളുകൾക്കെങ്കിലും ടെൻഷനുണ്ട്, ഇതിനകത്ത് ഒത്തിരി മാറ്റങ്ങളോ കാര്യങ്ങളോ. അതിൻ്റെ എല്ലാം നമുക്ക്
ഒത്തിരി നമ്മൾ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കിത് പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഒത്തിരി അതിനെക്കുറിച്ച് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നമുക്ക് സമയമുണ്ടല്ലോ. നമുക്ക് ഈ പറയുന്ന കൺസെപ്റ്റിലൊന്നും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടില്ല. കുറച്ച് സെക്ഷൻ അഡീഷണലായിട്ട് പഠിക്കാനായിട്ടുണ്ട്. ചിലതിൽ കുറച്ച് മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അല്ലാതെ ഈ പറയുന്ന പോലെ അടിമുടി മാറ്റങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ആദ്യം തൊട്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ കൺസെപ്റ്റും പറഞ്ഞ് മനസ്സിലാക്കി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ BNSൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ഡേറ്റുകളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഡേറ്റുകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു 3 ഡേറ്റ് പഠിച്ചിരിക്കാം. ഒത്തിരി ഡേറ്റുകളുണ്ട്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡേറ്റുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഡേറ്റ് ഒന്നും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിക്കാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാലും 2023 നടന്ന സംഭവം ആയതുകൊണ്ട് നമ്മുടെ കറണ്ട് അഫെയർ ഭാഗത്ത് ഇത് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിത ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ച തീയതി എന്നാന്ന് ചോദിച്ചാൽ 2021 ഓഗസ്റ്റ് 11. 2023 ഓഗസ്റ്റ് 11 തീയതിയാണ് ബില്ല് ലോകസഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്ന ആരാണ് എന്നാണ് 2023 ഓഗസ്റ്റ് 11. ആരാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സഹകരണ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയൊക്കെ ഒരാളാണ്. ആരാണ് കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാനുള്ള പുതിയ മന്ത്രിസഭയൊക്കെ വന്ന് അതൊക്കെ പഠിക്കുക. ആഭ്യന്തര മന്ത്രി ആരാണ്? അമിത് ഷായാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 2023 ആഗസ്റ്റ് 11 ബില്ല് അവതരിപ്പിച്ചു? അമിത് ഷാ ആഭ്യന്തരമന്ത്രിയാണ്. അതേപോലെ തന്നെ സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ആരാണ്? അമിത് ഷായാണ്. അതേപോലെ തന്നെ ഇത് ലോക്സഭ പാസ്സാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിസംബർ 20 തീയതിയാണ്. പാസ്സാക്കിയതെന്താണ്? 2023 ഡിസംബർ 20 തീയതിയാണ്. അതേപോലെ തന്നെ ഇത് പ്രസിഡൻറ്റ് അംഗീകാരം നൽകുമ്പോൾ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഒപ്പ് ഇടുമ്പോഴാണ് ഇത് നിയമമായി മാറുന്നത്. അതെന്നാണ് നടന്നത്? 2023 ഡിസംബർ 25. കറണ്ട് അഫെയർ സെക്ഷനിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഈ 3 ഡേറ്റുകളൊന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഓർക്കുക, ആരാണ് അവതരിപ്പിച്ചത്? അമിത് ഷായാണ് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലോട്ട് കിടക്കാം, നമ്മുടെ സിലബസിലോട്ട് കിടക്കാം. അപ്പം ഇതിന് മുമ്പ് ഞാൻ നോട്ട് ഇടുമ്പോഴത്തേനൊരു 3-4 പേജ് കൂടെ എക്സ്ട്രാ കാണും. ജസ്റ്റ് അത് കറണ്ട് അഫെയർ ഒക്കെ വേണമെന്നുള്ളവർ ആ ഒരു ഭാഗങ്ങളൊന്ന് വായിച്ച് നോക്കൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെയുണ്ട്. അതൊന്ന് വായിച്ച് നോക്കുക. ഇതിനകത്ത് അതുകൂടെ പറഞ്ഞ് കൂടുതൽ ഒന്നാമത് ഒത്തിരി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞ് എല്ലാവരെയും ടെൻഷനും കൺഫ്യൂഷനും ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ തവണ ഇല്ലായിരുന്ന ഇപ്പോൾ ഉള്ള ഒരു സംഭവമാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ നിയമങ്ങളൊക്കെ പഠിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, എല്ലാ ആക്ടിൻ്റെയും നമ്മുടെ മോട്ടോർ വാഹന ആക്ട് ആയിക്കോട്ടെ അതിനകത്തെല്ലാം 2 ഡെഫിനിഷൻ സെക്ഷനാണ്. അവിടെയാണ് നമ്മൾ ഹെവി വെഹിക്കിൾ എന്താണ്, ഗോൾഡൻ അവർ എന്താണ്, അതേപോലെയുള്ള ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചതായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെയും ഈ BNSൻ്റെയും രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? ഡെഫിനിഷനാണ്. 2.1, 2.2 എന്ന് പറഞ്ഞ് ഓരോ സംഭവങ്ങൾ ഇതിനകത്ത് ഈ നിയമത്തിൽ പരാമർശിക്കുന്ന ഓരോ വാക്കും എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് വീതം നോക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി. എന്താണ് കുട്ടി? കുട്ടിയുടെ ഡെഫിനിഷൻ പറയുന്ന സെക്ഷൻ 2 സബ് ക്ലോസ് 3. 2.3 2 സബ് ക്ലോസ് 3 കുട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നിയമത്തിൽ എവിടെയെങ്കിലും കുട്ടി എന്ന് കണ്ടാൽ, കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നു. 18 വയസ്സ് തികയാത്ത അല്ലെ 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും ഈ നിയമപ്രകാരം കുട്ടിയായിട്ട് കണക്കാക്കുന്നു. ഈ നിയമത്തിൽ കുട്ടി എന്ന് കണ്ടാൽ 18 വയസ്സ് തികയാത്ത എല്ലാ ആളുകളെ എന്താണ് ഈ നിയമത്തിന് കീഴിൽ കുട്ടികളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്തത് കൗണ്ടർ ഫെയ്റ്റ് അല്ലെങ്കിൽ വ്യാജൻ എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്തുകയും ആ സാമ്യം ഉപയോഗിച്ച് വഞ്ചന നടത്തുക എന്ന ഉദ്ദേശ്യത്തോടു കൂടി അതുവഴി വഞ്ചന നടത്താൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും വ്യാജൻ എന്ന് പറയും.
വ്യാജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇതിനകത്ത് വ്യാജൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് പല പ്രോഡക്റ്റുകൾ, ഇപ്പം നമുക്ക് ഉദാഹരണം എടുത്താൽ നമുക്ക് ഷൂ അല്ലെങ്കിൽ വാച്ചൊക്കെ എന്താണ് അഡിഡാസിൻ്റെ ഉണ്ട്. അഡിഡാസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അതല്ലാതെ കുറേ സാധനങ്ങൾ ലഭ്യമാണ്. അഡിബാസ്, അബിബാസ് എന്നൊക്കെ പറഞ്ഞ് അതിനോട് സിമിലർ ആയിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു രീതി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, വ്യാജൻ. അങ്ങനെ ചെയ്യുന്നയാളിന്, അതായത് എന്തേലും ഒരു സാധനമായിട്ട് സാമ്യപ്പെടുത്തി, ഇപ്പോൾ അഡിഡാസിന് പകരം അബിബാസ് എന്ന് പേര് നൽകി ഒരാളെ പറ്റിക്കുക, അല്ലെ പറ്റിച്ച് അവിടെ ഒരു കച്ചവടം നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരാണോ പ്രവർത്തിച്ചത് ആ വ്യക്തിയെയാണ് വ്യാജൻ എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റിനെ അല്ല, ആ പ്രോഡക്റ്റ് ചുമ്മാ ഉണ്ടായി വരത്തില്ലല്ലോ, അതൊരു വ്യക്തി ഉണ്ടാക്കിയതാണല്ലോ, ആ ഉണ്ടാക്കിയ വ്യക്തിയെയാണ് വ്യാജൻ. അത് ഒരു രേഖ ഉണ്ടാക്കിയതാകാം. ഇപ്പോൾ ഒരു സർക്കാർ ജോലിയിലോട്ട് പ്രവേശിച്ച പല ആളുകളും വ്യാജരേഖകളൊക്കെ കാണിച്ച് ഇപ്പം വളരെ വിവാദമായിട്ടുള്ള കേസുകളൊക്കെ നടപ്പുണ്ടല്ലോ, ഇപ്പോൾ ഒരാളെ പുറത്താക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും അപ്പോൾ പുള്ളി ഒരു വ്യാജന, അതായത് പുള്ളിക്കില്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് പുള്ളി ഉണ്ടാക്കിയാണ് ഈ ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത്. ഇപ്പോഴല്ല, പണ്ടത്തെ കാര്യം കേട്ടോ, നേരത്തെ. ഇപ്പോഴത് പിടിച്ചെന്നേ ഉള്ളൂ, നേരത്തെ പുള്ളി കയറിയത്. ഇപ്പോൾ അതേപോലെ വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് കയറുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പം PSCയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ വെരിഫിക്കേഷനിൽ വന്നു കഴിയുമ്പോഴേ അവർ നമ്മളെ വീണ്ടും ചെയ്യാനായിട്ട് വിടുന്ന ഒരു സാഹചര്യം ഇപ്പം. അപ്പം പണ്ട് അതേപോലെ ചെക്കിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ച് ആളുകൾ കയറിയിട്ടുണ്ട്. അപ്പം ഒറിജിനലോട് തോന്നിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അയാൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കി PSCനെ പറ്റിച്ചു. അതുകൊണ്ടാണ് അയാൾ അവിടെ വ്യാജനാകുന്നത്. അപ്പം വ്യാജൻ എന്നുകൊണ്ട് ഉത്തമമാക്കുന്നതാ ഏതെങ്കിലും ഒരു വസ്തു മറ്റൊന്നിനുമായിട്ട് സാമ്യപ്പെടുത്തി വഞ്ചന നടത്തുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നയാളെ എന്ത് വിളിക്കാം? വ്യാജൻ എന്ന് വിളിക്കാം. ഇനി അടുത്തത് രേഖ. എന്താണ് രേഖ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം അത് പറയുന്നത് വ്യാജൻ്റെ സെക്ഷൻ നമ്പർ പറഞ്ഞില്ല, സെക്ഷൻ 2.4 2.4 സെക്ഷൻ നമ്പരൂടെ പഠിച്ചു പോവുക. 2 സബ് ക്ലോസ് 4 2.4 എന്നങ്ങ് ഒഴിച്ചാൽ 2.4 വ്യാജനെ പറ്റി പറയുന്നത്. ഇനി അടുത്തത് 2.8 രേഖ. 2.8 രേഖ. എന്താണ് രേഖ? രേഖ എന്നാൽ അക്ഷരങ്ങൾ, അക്കങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നിവയിലൂടെയോ ഏതെങ്കിലും അല്ലെങ്കിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെയോ ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കുന്നതോ വിവരിക്കുന്നതോ ആയ ഏതൊരു കാര്യത്തെയും രേഖയെന്നു കൊണ്ടർത്ഥമാക്കാം. കൂടാതെ ആ കാര്യത്തിൻ്റെ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ഉപയോഗിക്കാൻ കഴിയുന്നതോ ആയ ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ രേഖ എന്തെന്ന് വെച്ചാൽ എന്താണ്? രേഖ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഡോക്യുമെൻറ്റുകൾ, പലതരത്തിലുള്ള എന്താവാം, അക്ഷരങ്ങൾ വെച്ച് എഴുതിയിരിക്കുന്ന രേഖകളാകാം, അക്കങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന രേഖകളാകാം, പടങ്ങൾ ഉപയോഗിച്ച രേഖകളാകാം, എന്തെങ്കിലും ചിഹ്നങ്ങൾ ഉപയോഗിച്ച രേഖകളാകാം, എല്ലാം രേഖയാകാം. അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ജസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ ഒരു ബാങ്കിലെ ചെക്ക് അതൊരു രേഖയാണ്. ഒരു കരാറിൻ്റെ രേഖ, ആധാരം ഒരു രേഖയാണ്. പവർ ഓഫ് അറ്റോർണി ഒരു രേഖയാണ്. ഒരു മാപ്പ് എന്താണ്? ഒരു രേഖയാണ്. ഒരു നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കുറിപ്പ് അതും എന്താണ്? രേഖയാണ്. അപ്പം നമ്മുടെ ഇപ്പം ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം പറഞ്ഞിരിക്കുന്ന പ്രിൻ്റർ ഫോർമാറ്റിലുള്ള സാധനങ്ങളാണ്, നമ്മളെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ചെക്ക് ആയിക്കോട്ടെ, ഈ പറഞ്ഞ മാപ്പ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടുന്ന രേഖകളാണ്. അത് മാത്രമാണോ രേഖ? അതും രേഖയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ നമ്മുടെ IPCയിൽ രേഖയെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ടുള്ള സാധനങ്ങളാണ് രേഖയായിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഇപ്പം എല്ലാം എന്താണ്? ഡിജിറ്റലാണല്ലേ. ഡിജിറ്റൽ റെക്കോർഡുകളും രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ ഇല്ലാത്ത ഇപ്പം കൂടുതലായിട്ട് ആഡ് ചെയ്ത രേഖകൾ എന്നതിൽ എന്ത് വരും? ഡിജിറ്റൽ റെക്കോർഡുകൾ വരും. ഇപ്പം എല്ലാ കാര്യത്തിനും ഡിജിറ്റൽ തെളിവുകളല്ലേ. അപ്പം ഈ രേഖയാക്കിയിട്ട് ഈ ഡിജിറ്റൽ തെളിവുകളും വരും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരം വെച്ച് എഴുതിയതാകാം, അക്കങ്ങൾ, ലിപികൾ, അതേപോലെ എന്തും ആകാം, പടങ്ങളാകാം, എന്തും ആകാം. അതെങ്ങനെയൊക്കെ ആകാം? ഒന്നെങ്കിൽ ഹാർഡ് കോപ്പി ആകാം, അല്ലെങ്കിൽ എന്താണ്? ഡിജിറ്റൽ ഇലക്ട്രോണിക് രൂപത്തിലായാലും അത് രേഖയായിട്ട് കണക്കാക്കും. അപ്പോൾ രേഖയെപ്പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? 2.8. ഇനി അഭയം നൽകൽ. ഈ അഭയം നൽകൽ എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും തോന്നും, നല്ലൊരു രീതി തോന്നുമല്ലോ, ഒരാൾക്ക് അഭയം കൊടുക്കുക. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന അഭയം നൽകൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള, നമ്മൾ ഒളിവിൽ പോകാൻ സഹായിക്കുമെന്നൊക്കെ പറയുന്നില്ലേ. ഇപ്പോൾ ഒരാളെ ഒളിച്ചിരിക്കാനായിട്ട് ഒരു എന്തെങ്കിലും നിയമ നടപടികൾ നേരിടുന്ന ഒരാളെ, അയാൾ ഒളിവിൽ പോവും, ആരെങ്കിലുമൊക്കെ അയാളെ സംരക്ഷിക്കും, അവസാനം അവരുടെ പേരിലും ഈ പറഞ്ഞ രീതിയിൽ കുറ്റം ആരോപിക്കപ്പെടും. ഓക്കെ, നമുക്കപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം.
അഭയം നൽകൽ 2:13. അഭയം നൽകൽ എന്നാൽ ഒരു വ്യക്തിക്ക് അഭയം, ഇപ്പം താമസ സ്ഥലമായിക്കോട്ടെ, ഭക്ഷണം, പാനീയം, പണം, വസ്ത്രം, ആയുധങ്ങൾ, വെടിമരുന്നുകൾ അല്ലെങ്കിൽ വാഹനമാർഗങ്ങൾ എന്നിവ നൽകുന്നതോ ഇതിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നതോ അല്ലാത്തതോ, ഇതിൽ ഓർക്കുക കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അഭയം, ഭക്ഷണം, പാനീയം, പണം, ആയുധം, വസ്ത്രം, വെടിമരുന്ന്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നതോ പറഞ്ഞിട്ടില്ലാത്തതോ ആയ ഏതെങ്കിലും മാർഗത്തിലൂടെ, ഇനി പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും മാർഗങ്ങളായിക്കോട്ടെ, മാർഗത്തിലൂടെ ഒരു വ്യക്തിയെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഒരാളെ ഒളിവിൽ പോകുന്നതിനോ ഒരാളെ ഒളിച്ചിരിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ, വണ്ടി നൽകുക, മൊബൈൽ ഫോൺ നൽകുക, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അഭയം നൽകൽ എന്ന് പറയുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഭയം നൽകുക, ഭക്ഷണം നൽകുക. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഭക്ഷണം നൽകുക എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ആർക്കാണ് ഭക്ഷണം നൽകുന്നത്? എന്തോ പോലീസ് പിടിക്കാനായിട്ടിരിക്കുന്നയാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷിച്ചയാളെയോ ഒക്കെയാണ് ഇങ്ങനെ സഹായിക്കുന്നത്. അഭയം നൽകുക, ഭക്ഷണം നൽകുക, പാനീയം നൽകുക, പണം നൽകുക, വസ്ത്രം നൽകുക, ആയുധം നൽകുക, വെടിമരുന്ന് നൽകുക, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ നൽകി സഹായിക്കുന്ന ഒരാളെ, അങ്ങനെ സഹായിക്കുന്നതിന് എന്ത് പറയും? അഭയം നൽകൽ എന്ന് നിർവചനത്തിൽ വരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളിപ്പം പഠിച്ചത് ഏതൊക്കെയാണ്? 2:3 പഠിച്ചു. 2:3 ഓർക്കുക, ഇപ്പം തന്നെ റിവൈസ് ചെയ്ത് പോവുക. 2:3 എന്താണ്? കുട്ടി എന്തായിരുന്നു? 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും എന്താണ്? കുട്ടിയാണ്. 2:4 എന്താണ് പറയുന്നത്? വ്യാജൻ അല്ലെങ്കിൽ കൗണ്ടർ ഫെയ്റ്റ് ആണ്. വ്യാജൻ എന്നായിരുന്നു? വ്യാജൻ അതായത് ഒരു സാധ്യത്തിനോട് ഒരു കാര്യത്തിനെ വേറൊരു കാര്യത്തിനോട് സാമ്യപ്പെടുത്തി മറ്റൊരാളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കാൻ ശ്രമിക്കുന്നയാളെ എന്ത് പറയാം? വ്യാജൻ എന്ന് പറയാം. ഇനി അടുത്തത് രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിപി വെച്ചോ എഴുത്തോ കുത്തോ അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളോ രേഖയായിട്ടുള്ള ഹാർഡ് കോപ്പിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രൂപത്തിലുള്ള എല്ലാ സാധനങ്ങളെയും എന്ത് പറയാം? രേഖ എന്ന രീതിയിൽ പറയാം. ഇനി അടുത്ത പഠിച്ചത് 2:13. രേഖ പറയുന്നത് ഏതാണ്? 2:8 രേഖയെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് 2:13 2:13 എന്താണ് പറയുന്നത്? അഭയം നൽകൽ. 2:13 എന്താണ് പറയുന്നത്? അഭയം നൽകൽ. ഒരാളെ ഒളിവിലോ ഒക്കെ പോകാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രവൃത്തിയെയാണ് അഭയം നൽകൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2:14 2:14 എന്താണ് പറയുന്നത്? ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്കാണ് പറയുന്നത്. അപ്പോൾ ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു കൈ മുറിയോ കാല് മുറിയോ കൈയൊടിയോ കാലൊടിയോ എന്നൊക്കെ പറഞ്ഞാൽ പരിക്കല്ലേ. അപ്പം അതുതന്നെയാണ് ഇവിടെ പരിക്കും. പക്ഷേ ഇവിടെ അത് മാത്രമല്ല പരിക്കെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം? ഒരു വ്യക്തിക്ക് ശരീരത്തിനുണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മനസ്സിനുണ്ടാകുന്നതായിട്ടുള്ള മുറിവുകൾ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിലുണ്ടാകുന്ന മുറിവുകൾ, സ്വത്തിനുണ്ടാകുന്ന നാശങ്ങൾ, അതെല്ലാം ഒരു നിയമവിരുദ്ധമായ രീതിയിലാണ്, നിയമവിരുദ്ധമായി വരുത്തി വയ്ക്കുന്ന ഏതൊരു ദോഷവും എന്നർത്ഥമാക്കുന്നു. ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ശരീരത്തിനേൽപ്പിക്കുന്ന, നിയമവിരുദ്ധമായിട്ട് ശരീരത്തിനേൽപ്പിക്കുന്ന മുറിവ്, മനസ്സിനേൽപ്പിക്കുന്ന മുറിവ്, അയാളുടെ പ്രശസ്തിക്കോ സ്വത്തിലോ ഉണ്ടാക്കുന്ന മുറിവുകളോ അല്ലെങ്കിൽ തകരാറുകളോ എല്ലാം ഇഞ്ചുറി എന്നതിൽ വരുന്നു. അതെന്നാണ് പറയുന്നത്? 2:4 2:14 ഇഞ്ചുറിനെ പറ്റി പറയുന്നത്. ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നിയമവിരുദ്ധമായ രീതിയിൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് മനസ്സിനോ ശരീരത്തിനോ സ്വത്തിലോ പ്രശസ്തിക്കോ, ഇപ്പം പേരുദോഷം ഉണ്ടാക്കുക വരെ, ഒരു അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു നടീനെയൊക്കെ അപമാനിക്കുന്നുണ്ടല്ലോ, അതുവരെ എന്താണ്? പരിക്കാണ്. ഇപ്പോൾ ഇപ്പം വലിയ ഫേമസ് ആയിട്ടുള്ള കേസുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഒരു നടീനെ സ്റ്റേജിൽ വെച്ച് അപമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും അതേപോലെ തന്നെ മനസ്സിനുമൊക്കെ മുറിവേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതും എന്താണ്? അതും ഒരു പരിക്കായിട്ടാണ് ഈ ഒരു BNS കാണുന്നത്. അപ്പം 2:14 പരിക്ക് എന്നതിനെപ്പറ്റി ആണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വലിയ 2 പേജിൻ്റെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട് കൺഫ്യൂഷൻ ആക്കാനായിട്ട്. അതൊന്നും നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് കേട്ടിരുന്നാൽ മതി. പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി നമ്മൾ ഓർക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെയല്ല പൊതുപ്രവർത്തകർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊതുപ്രവർത്തകർ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ഒരു സർക്കാരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയാണ് പൊതുപ്രവർത്തകർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ചുരുക്കി പറഞ്ഞാൽ പല ആളുകളായ ഏറ്റവും കൂടുതൽ ഉദാഹരണം പറഞ്ഞ ഒരു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു
സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ഒരാളെ പൊതുപ്രവർത്തകനായിട്ട് പറയാം. അത് അയാൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ആളുകളെയാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. അത് ആരാന്നാണ് ഇവിടെ താഴെ AB എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്, കരസേനയിലോ നാവികസേനയിലോ. അപ്പോൾ നമുക്ക് ഓരോന്ന് വീതം നോക്കാം. ജസ്റ്റ് ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് വായിച്ചാൽ ജസ്റ്റ് മനസ്സിലാകത്തില്ല, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്ന് വീതം പറയാം. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം വരും. ഓക്കെ, ആദ്യമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും വരും. സർക്കാർ ഉദ്യോഗസ്ഥർ ആദ്യമായിട്ട് പൊതുപ്രവർത്തകരുടെ രീതിയിൽ കീഴിൽ വരുന്ന ആദ്യത്തെ ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ. പിന്നെ സേനയിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 സേനകളുണ്ടല്ലേ, ആർമി, നേവി, എയർഫോഴ്സ്. ഇതിലുള്ള ഉദ്യോഗസ്ഥർ, ഇപ്പം ജസ്റ്റ് പറഞ്ഞാൽ ആരെങ്കിലും ഏറ്റവും ചെറിയ ഉദ്യോഗസ്ഥർ മുതൽ ഇപ്പോൾ ഒരു കേണലോ എല്ലാവരും എന്താണ് പൊതുപ്രവർത്തകരുടെ രീതിയിലാണ് വരുന്നത്. ഈ 3 സേനയിലുള്ള എല്ലാ വ്യക്തികളും എന്താണ് പൊതുപ്രവർത്തകർ എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ 3 നമ്മുടെ ജഡ്ജിമാർ. പല കോടതികളുണ്ട്, കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള എല്ലാ കോടതിയിലെയും ജഡ്ജിമാരാരാണ്? ജഡ്ജിമാർ ഈ പറയുന്ന പൊതുപ്രവർത്തകർ എന്ന ഡെഫിനിഷനിൽ വരും. ഇനി അടുത്തത് ഈ കോടതിയിലെ ഓഫീസർമാരുണ്ട്. പറഞ്ഞാൽ ലിക്വിഡേറ്റർ, റിസീവർ, കമ്മീഷണർ, അങ്ങനെ കുറേ ഉദ്യോഗസ്ഥരുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 3 പേരെങ്കിലും ഓർത്തിരിക്കുക. ലിക്വിഡേറ്റർ അതിവിടെ തന്നിട്ടുണ്ട്, നിയമത്തിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ലിക്വിഡേറ്റർ, റിസീവർ, കമ്മീഷണർ, ഇവരൊക്കെ കോടതിയിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇവരെയൊക്കെ എന്താണ് നമ്മുടെ പൊതുപ്രവർത്തകരായിട്ടാണ് കണക്കാക്കുന്നത്, കോടതിയായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. പിന്നെ അടുത്ത വരുന്നത് കോടതിയെ സഹായിക്കുന്ന പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. ഉദാഹരണത്തിന് ഒരു കോടതിക്കായിട്ട് സംബന്ധിച്ച ഒരു കേസിന് അഭിപ്രായം നൽകുന്ന ഒരു പഞ്ചായത്തിലെ അംഗം വരെ എന്താണ് പൊതുപ്രവർത്തകൻ. പഞ്ചായത്തിലെ ഒരു അംഗത്തിനെ വരെ പൊതുപ്രവർത്തകനായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി കോടതിയിലെ ഓരോ മധ്യസ്ഥന്മാരുണ്ട്. മീഡിയേറ്റേഴ്സ് എന്താണ് പൊതുപ്രവർത്തകരാണ്. അതേപോലെ ആളുകളെ തടവിൽ വെക്കാൻ അധികാരമുള്ളവർ, പോലീസുകാർ, അവരൊക്കെ എന്താണ് പൊതുപ്രവർത്തകർ, സർക്കാർ ജോലിക്കാരാണ്. അതേപോലെ തന്നെ പൊതുപ്രവർത്തകരാണ്. പിന്നെ നമ്മുടെ എല്ലാ സർക്കാർ ഓഫീസിലെയും ആളുകൾ, അവരൊക്കെ എന്താണ് പൊതുപ്രവർത്തകരാണ്. കോമൺലി പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് വരുന്നത്. എങ്കിലും ഞാൻ കുറച്ച് സെക്ഷനുകൾ പറഞ്ഞാൽ മതി. സർക്കാർ ജോലിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലർക്ക് ഉൾപ്പെടെ നമ്മുടെ സേനയിലുള്ള ആളുകൾ, ജഡ്ജികൾ, കോടതിയിലെ ലിക്വിഡൈസർ, അതേപോലെയുള്ള റിസീവർ പോലെയുള്ള ആളുകൾ, പിന്നെ മീഡിയേറ്റർമാർ, പ്രാദേശിക സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ ഒരു ടാക്സ് കളക്ട് ചെയ്യുന്ന ആളുകൾ. പിന്നെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചുമതലകൾ വഹിക്കുന്ന ആളുകളുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ റിട്ടേണിംഗ് ഓഫീസർ പോലെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആളുകളുണ്ട്. ഇവരെല്ലാം എന്താണ് ഈ പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ ഞാൻ ഇത്രയും പേര് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം, ഇത്രയും പേര് ഇങ്ങനെ ഇവിടെ സെക്ഷൻ തിരിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം കാരണം നമ്മുടെ നിയമത്തിൽ കണ്ടില്ലേ, ഈ ഇത്രയും പേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ച് കഴിയുമ്പോൾ ഫുള്ള് കൺഫ്യൂഷനായിട്ട് തോന്നും. പക്ഷേ ഒന്നുമില്ല, സംഭവം എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ആളുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, കോമൺലി സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, MLA മാർ, ഇവരൊക്കെയാണ് പൊതുപ്രവർത്തകർ എന്ന രീതിയിലുള്ള നിർവചനത്തിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറഞ്ഞു നമ്മുടെ ഡെഫിനിഷനൊക്കെ വരുന്നത് 2, അതിനകത്തൊരു സബ്സെക്ഷനാണ് വരുന്നത്. അതിനൊരു എക്സെപ്ഷനായിട്ട് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന ഒരു 3.5 എന്ന് പറഞ്ഞ് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡെഫിനിഷൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഓർക്കുക, 2.5 അല്ല, ഇത് 3.5 ആണ്. 3.5 ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം സിലബസിൽ നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം 2 നമ്മൾ 2, 2, 3 നമ്മൾ പഠിച്ചത്. അതുകൂടാതെ 3.5 ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡെഫിനിഷൻ സെക്ഷൻ തീരുവാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, 2.5 അല്ല 3.5 ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. എന്ന് വെച്ചാൽ ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺ ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ. എല്ലാവരുടെയും പൊതുവായ ഉദ്ദേശം മുൻനിർത്തി നിരവധി വ്യക്തികൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത്തരം ഓരോ വ്യക്തിയും അത് താൻ മാത്രം ചെയ്തതുപോലെ തന്നെ ആ പ്രവൃത്തിക്ക് ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. അപ്പോൾ അത് കൂടുതൽ ആളുകൾ ചേർന്നുള്ള സംഘം ചേർന്ന് 5, 6 ആളുകൾ ചേർന്ന് ഒരു കുറ്റകൃത്യം ചെയ്താലും അതിലെ ഓരോ വ്യക്തിയും ആ കുറ്റകൃത്യം ചെയ്തതായിട്ടുള്ള അതേ രീതിയിലുള്ള ഉത്തരവാദിത്വം അതിനകത്തുണ്ടായിരിക്കും എന്ന് പറയുന്നതാണ്. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ,
പെട്ടെന്ന് മനസ്സിലാകും. ഒരു 5 ആളുകൾ ചേർന്നിട്ട് ഒരു വീട് കൊള്ളയടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം 4 ആളുകൾ എന്ത് ചെയ്തു? വീടിനകത്ത് കയറി ഇവരെ മർദ്ദിച്ച് അല്ലെങ്കിൽ ഇവരെ കൊന്നതിന് ശേഷം ആഭരണമൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് വന്നു. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, 5-ാമത്തെ വ്യക്തി പുറത്ത് നിൽക്കുകയാണ്. 4 പേരകത്ത് പോയി കുറ്റകൃത്യം ചെയ്തു. 5-ാമത്തെ ആൾ ഇത് നിരീക്ഷിക്കാൻ വേണ്ടി പുറത്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ കേസ് വരുമ്പം ഇയാളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞ് അതിനകത്ത് നിന്ന് വിട്ട് കളയുകയോ ശിക്ഷ കുറവ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ 4 പേരും ചെയ്തിരിക്കുന്ന എല്ലാത്തിനും ഈ 5-ാമനും ഉത്തരവാദിത്വം ഉള്ള ആളായിരിക്കും, അല്ലെ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് 3.5. എല്ലാവരുടെയും പൊതുവായ ഉദ്ദേശം, അവരുടെ എല്ലാവരുടെയും ഇപ്പം 5-ാമത് നിൽക്കുന്നവൻ ചുമ്മാ വഴിയെ പോയവനല്ല, ഇവരുടെ സെറ്റിൽ തന്നെ ഉള്ളവനാണ്, മോഷ്ടിക്കാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുവായ ഉദ്ദേശത്തോടെ അവർ വന്നേ മോഷണം എന്നുള്ള. അപ്പം മുൻനിർത്തി നിരവധി വ്യക്തികൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത്തരം ഓരോ വ്യക്തിയും, അപ്പോൾ ഈ 5-ാമനും അത് താൻ മാത്രം ചെയ്തതുപോലെ തന്നെ ആ പ്രവൃത്തിക്ക് ബാധ്യസ്ഥനാണ്. ഇപ്പോൾ 1-ാമത്തവനാണ് തലക്കടിച്ചെങ്കിൽ ഈ 5-ാമത്തവനും എന്താണ് തലക്കടിച്ചത് ഞാൻ തന്നെയാണ്, 5-ാമത്തവനും തലക്കടിച്ചതായിട്ട് തന്നെ കണക്ക് കൂട്ടും എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് 3.5. അപ്പം നമ്പർ മാറിപ്പോരുത്, 3.5-ലാണ്. നമ്മുടെ ബാക്കിയുള്ള ഡെഫിനിഷൻ എല്ലാം 2 സബ്സെക്ഷനുകളാണ്. ഇത് മാത്രം 3.5 മാത്രം എന്താണ് ഒരു എക്സെപ്ഷനാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡെഫിനിഷനിൽ വരുന്നത്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് അടുത്തേക്ക് പോരാം. ഡെഫിനിഷൻ നമുക്ക് ഇവിടെ കൊണ്ട് തീർക്കാം. പിന്നെ അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് ഏതൊക്കെയാലും എടുക്കാം. അപ്പം നമ്മുടെ ഒരു ആദ്യത്തെ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഡെഫിനിഷൻ 2 സബ്സെക്ഷനിൽ തുടങ്ങി 3.5 അവസാനിക്കുന്ന ഇത്രയും സെക്ഷനുകളൊന്ന് ഓർത്തിരിക്കുക. പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് 1 മാർക്കിൻ്റെ ചോദ്യത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം നല്ലതായിട്ട് അതിനെപ്പറ്റി പഠിച്ച് ഇരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.